നമസ്കാരം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ഭാഗം ദ്വിതീയ സ്കന്ധം അധ്യായം 2. ഇപ്പോൾ പരാശര മഹർഷിയും സത്യവതിയും തമ്മിൽ സംഗമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾ ഭയപ്പെടുന്നു, ഞാൻ ഗർഭിണിയാകുമെങ്കിൽ എന്തു ചെയ്യും? അങ്ങ് കാര്യമെല്ലാം കഴിഞ്ഞിട്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് പോകും, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയൂ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ടും നീ കന്യകയായി തന്നെ തുടർന്നു കൊള്ളുമെന്നവൾക്ക് വരം കൊടുക്കുന്നു. എന്നിട്ട് ഇഷ്ടമുള്ള വേറെ വരം ചോദിച്ചു കൊള്ളുക എന്നവളോട് പറയുന്നു. അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. സത്യവത്യുവാച യഥാ മേ പിതരൗ ലോകേ ന ജാനീതൗ ഹി മാനദ. ഒരു വരി ശ്ലോകമേ ഉള്ളൂ. എൻ്റെ മാതാപിതാക്കൾ ഈ വിവരം അറിയാനിടയാവരുത്. ശ്ലോകം 29. കന്യാവ്രതം നമേ ഹന്യ തഥാ കുരു ദ്വിജോത്തമ പുത്രച്ഛ ത്വൽസമക്കാമം ഭവേദത്ഭുത വീര്യവാൻ. എൻ്റെ കന്യകാത്വത്തിന് ഹാനി സംഭവിക്കുകയുമരുത്. ആ വിധം ചെയ്താലും പുത്രൻ അത്ഭുത വീര്യനും അങ്ങേക്ക് സമനും ആയിരിക്കണം. ശ്ലോകം 30. ഗന്ധോയം സർവദാ മേ സ്യാദൗ യൗവനം ച നവം നവം. ഈ ഗന്ധം സദാ എനിക്കുണ്ടായിരിക്കണം. എൻ്റെ യൗവനം എന്നും പുതിയതായിരിക്കണം. പരാശര ഉവാച ശൃണു സുന്ദരിപുത്രസ്തേ വിഷ്ണശ്വംസ സംഭവ ശുചി. സുന്ദരി കേൾക്കൂ, നിനക്കുണ്ടാവുന്ന പുത്രൻ വിഷ്ണുവിൻ്റെ അംശത്തിൽ നിന്നും ജനിച്ചവനും ശുചിയും ആയിരിക്കും. ശ്ലോകം 31. ഭവിഷ്യതി ച വിഖ്യാതൈസ്ത്രൈലോക്യൈവരവർണ്ണിനി കേനചിത് കാരണേനാഹം ജാത കാമാതുരസ്ത്വയി. അവൻ ത്രിഭുവനത്തിലും വിഖ്യാതനായിത്തീരുകയും ചെയ്യും. നിന്നിൽ എനിക്ക് കാമം തോന്നിയത് ഏതോ ചില കാരണം കൊണ്ടാണ്. ശ്ലോകം 32. കഥാപി ച ന സമ്മോഹോ ഭൂതപൂർവോ വരാനനെ ദൃഷ്ട്വാ ചാപ്സരസാം രൂപം സദാഹം ധൈര്യമാപഹം. സുമുഖി, ഇങ്ങനെയൊരു മോഹം മുമ്പൊരിക്കലും എനിക്കുണ്ടായിട്ടില്ല. അപ്സരസുകളുടെ രൂപസൗന്ദര്യം കണ്ടിട്ട് പോലും ഒരിക്കലും ഞാൻ ധൈര്യം കൈവിട്ടിട്ടില്ല. ശ്ലോകം 33. ദൈവയോഗേന വീക്ഷ്യത്വാം കാമസ്യ വശഗോ ഭവം തത്കിഞ്ചിത് കാരണം വിദ്ധി ദൈവം ഹി ദുരതിക്രമം. നിന്നെ കണ്ടിട്ട് ഞാൻ കാമവിവശനായത് ദൈവനിയോഗം കൊണ്ട് മാത്രമാണ്. അതിനെന്തെങ്കിലും കാരണം കാണും. വിധിയെ മറികടക്കാനാവില്ലല്ലോ. ദൃഷ്ട്വാഹം ചാതി ദുർഗന്ധാം ത്വാം കഥം മോഹമാപ്നുയാം പുരാണകർത്താപുത്രസ്തേ ഭവിഷ്യതി പരാനനെ. അങ്ങനെയല്ലാതെ അതിദുർഗന്ധം വമിക്കുന്ന നിന്നെ കണ്ടിട്ട് എനിക്ക് മോഹം എങ്ങനെ ഉണ്ടാവും? സുമുഖി, നിന്റെ മകൻ പുരാണകർത്താവും പുരാണകർത്താവായിത്തീരും. ശ്ലോകം 35. വേദവിദ്ഭാഗകർത്താ ച ഖ്യാതച്ഛ ഭുവനത്രയേ. അവൻ വേദത്തിനും വേദവിഭക്താവും മുപ്പാരിലും വിഖ്യാതനുമായി തീരും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.